رأيت دين الهدى شخصا غدا حرلا فشفيته لمسة كفيته عرلا وزال عنه الذي قد عمه مرلا فقام يدعوك حبا محي الدين. റഅയ്ത താങ്കൾ കണ്ടു. എന്തിനെ കണ്ടു? ദീനുൽ ഹുദാ, സന്മാർഗത്തിന്റെ മതമായ ദീനിനെ കണ്ടു. ശഖ്സൻ, അത് രൂപാന്തരമായ ഒരു വ്യക്തിയായി നിങ്ങൾ കണ്ടു. ആ വ്യക്തിയായി താങ്കൾ കണ്ട ആ ദീനായി ഹറല, അത് വളരെയധികം മെലിഞ്ഞ് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം ക്ഷീണിച്ചു പോയതായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അങ്ങ് കണ്ടു. കണ്ടപ്പോ സഫൈതഹു, ആ എണീറ്റ് നിൽക്കാൻ കഴിയാതെ ശോഷിച്ചു പോയതായിരിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, അതിന് പിടികൂടിയതായിരിക്കുന്ന രോഗത്തെ അങ്ങ് ശിഫയാക്കി. ലംസത്തൻ, തൊടൽ കൊണ്ടെന്തായെന്നറിയാമോ അതിനെ ശിഫയാക്കി. കഫൈതുഹു അറള. അങ്ങനെ എന്തിനു പറയുന്നു? നിങ്ങൾ അതിനെ കാക്കുകയും അതിന് നിങ്ങൾ എന്താണെന്നറിയാമോ, മനുഷ്യ സഹജമായി എന്തൊക്കെ ആയുളായി വരുന്ന രോഗങ്ങളുണ്ടോ അത്തരം രോഗങ്ങൾ മുഴുവനും എന്താണെന്നറിയാമോ അങ്ങേ കാത്തു നിങ്ങൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഫസാല അൻകു, ആ ദീനിനെ തൊട്ട് നീങ്ങിപ്പോയി. എന്ത്? അല്ലതിയോ അത് അമ്മഹു, ആ ദീനിനെ അത് ആകെ പിടികൂടിയത് മൊത്തത്തിൽ മറന്ന രോഗത്താൽ അതിപ്പോ നീങ്ങിപ്പോ. ഇപ്പൊ രോഗമല്ലാതെ അത് അങ്ങേ കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ അങ്ങ് മുജദ്ദിദായി വന്നു. ആ ദീനിനെ ശ്വസിച്ചു കിടന്ന എല്ലാ സംഗതിയും ഒഴിവാക്കിയിട്ട് ഒന്ന് പരിപോഷിപ്പിച്ച് നല്ല ഉഷാറിലാക്കി. അങ്ങനെ ആ പരിശുദ്ധ ദീൻ അങ്ങയെ വിളിച്ചുകൊണ്ട് എണീറ്റ് നിന്ന് ഹുബ്ബൻ, സ്നേഹിച്ചത് കൊണ്ട് മുഹിയദ്ദീൻ എന്ന് വിളിച്ചു. അപ്പൊ ചുരുക്കത്തിൽ വളരെ ശോഷിച്ചുകൊണ്ട് ദീനില്ലാതെയായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ദീന് നിലനിൽപ്പില്ലാതെ വന്നു. നിലനിൽപ്പല്ല, ദീനിനെ ഒരു പ്രചാരമില്ലാതെ ദീൻ ശോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു വ്യക്തിയുമായി കൊണ്ടെന്തായെന്നറിയാമോ തുലനപ്പെടുത്തി ആ വ്യക്തിയുടെ രൂപത്തിൽ വന്നുകൂടുന്ന രോഗങ്ങളുമായി കൂടി അത് തശ്ബീഹാക്കി, ആ രൂപത്തിൽ തശ്ബീഹാക്കിയിട്ട് മനസ്സിലാക്കി തന്നു. അപ്പൊ ചുരുക്കത്തിൽ ദീനിനെ നല്ലോണം സംരക്ഷിച്ചു. പിന്നെ ആര്? ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ. ആ പേരിന്റെ അർത്ഥം തന്നെ എന്താ? മുഹിയുദ്ദീൻ, ദീനിനെ ഹയാത്താക്കുന്നവർ. ദീനിനെ എവിടെ നശിപ്പിക്കാനായിക്കൂലാണ്. ഇനി റഅയ്ത ദീനുൽ ഹുദാ ശഖ്സൻ എന്ന് പറയുമ്പോൾ തർക്കീബൊക്കെ മനസ്സിലാക്കണമല്ലോ. ഞാൻ സാരേ പറഞ്ഞിട്ടുള്ളൂ. ഹാലും മിൻ ദീനുൽ ഹുദാ, ദീനുൽ ഹുദാ എന്ന് പറയുന്ന സാഹിബ് ആരിൽ നിന്നാണ് ശഖ്സൻ എന്ന് പറയുന്ന ഹാല് വന്നിട്ടുള്ളത്. അത് എങ്ങനെ അർത്ഥം വെക്കണം? ഈ ഹാല കൗനിഹി, ആ പരിശുദ്ധ ദീൻ ആയ നിലയിൽ എന്തായി മുതശഖ്ഖിസൻ, ഒരു വ്യക്തിയായി, മുതശക്കിരൻ, അത് രൂപാന്തരപ്പെട്ടതായി വന്നു. ഈ സൂറത്ത് ഇൻസാൻ, ഒരു മനുഷ്യന്റെ കോലം കൊണ്ട് രൂപാന്തരപ്പെട്ട് ഒരു വ്യക്തിയായ നിലയിലായിട്ട് ആ ദീനിനെ കണ്ടു എന്നാണ്. വദ എന്ന് പറയുമ്പോൾ എന്താ തർക്കീബ്? അതിന്റെ അർത്ഥം എന്താ നോക്കാം. നഅ്തുല്ലി ശഖ്സൻ, ശഖ്സൻ എന്നത് സിഫത്താണ്. എങ്ങനത്തതായ ശഖ്സ്, അതായി. അപ്പൊ നാഖിസാബിന്റെ അർത്ഥമായ സ്വാറ, ആ സ്വാറിന്റെ അർത്ഥത്തിലാണ് ഓത വന്നിട്ടുള്ളത്. ആയി, എന്തായി? ഹറവൻ, ഇവിടെ വേണ്ടത്, ഇവിടെ നമ്മൾ ഏടുകൾ കാണുമ്പോ എന്തുണ്ടാവും? അവിടെ രഫമുണ്ട്. ഇവിടെ ഹ ആണ് വേണ്ടത്. അപ്പോഴേ അർത്ഥം ശരിയാകുള്ളൂ. ഏടുകളിൽ കാണുക റഅയ്ത ദീനുൽ ഹുദാ ശഖ്സൻ അറള, ഐനാണ്. ഐന് വെട്ടിയിട്ട് ഹ ആക്കണം. അപ്പൊ ഹറള എന്ന് പറയുമ്പോ എന്താ അർത്ഥം എന്നറിയാമോ? ഹസീരൻ സാഖിതൻ ലാ യഖ്ദിറു അലൻ നുഹൂദി, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം വീഴാൻ അടുത്തിട്ടുണ്ട്. അങ്ങനെ വീഴുന്ന, മെലിഞ്ഞ, ശോഷിച്ചതായ ആയി മാറിയുന്ന അത്രത്തോളം ദീൻ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശൈഖ് അവറുകൾ വരുന്ന കാലത്ത് എന്നർത്ഥം. അതിനെ അയാത്താക്കിയത് മഹാനവറുകളാണ്. യുഖാലു, ഇനി നമുക്കിവിടെ ഹറളൻ എന്നല്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ച് ഒരു സർഫ് പ്രകാരം എന്ന് പറഞ്ഞു നോക്കാം. ഏത് രീതിയിലേക്ക് അത് വരാം നോക്കാം. ഒന്നാമതായി പറയുന്നത് ഹറള
യഹ്റുദു ഹുറൂദൻ, ഏതുപോലെ ഖറജ യഖ്റുജു ഖുറൂജൻ ഒന്ന്. ഇനി ഹറല യഹ്റലു ഹറലൻ, ഫറഹ യഫ്റു ഫറഹൻ എന്ന് പറയും പോലെ. മൂന്നാമത്തെ രീതിയുണ്ട്, ഹറുല യഹ്റുലു ഹിറാലത്തൻ, കറുമ യകുറുമു കറാമ, ഹിറാത്തല്ല ഹറാലത്തൻ കറാമത്തൻ, കറുമ യകുറുമു കറാമത്തൻ. അപ്പൊ എന്തായി? ഹറുല യഹ്റുലു ഹറാലത്തൻ. അതിനർത്ഥം കാന ഹസീരൻ, പിന്നെ മുളിനൻ ഫാസിദൻ മിനൽ മറദി, രോഗത്തിനാൽ നശി കുശിയായി എണീക്കാൻ കഴിയാതെ മെലിഞ്ഞതായി ജീൻ. ലാ യഖ്ദിറു അലൻ നുഹൂദി, എണീറ്റ് നിൽക്കാൻ കഴിയുകയില്ല, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം ശോഷിച്ചു പോയി ദീൻ. അങ്ങനെയാണ് കണ്ടത്. അപ്പൊ ഹറല, ഹറല എന്ന് ഞാൻ ചെല്ലരുത്, ഹറല നാക്കണം. ഫശഫൈതഹു എന്ന് പറഞ്ഞാൽ കഥ, ഫശഫൈതു എന്ന ഫാ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫാ കൊടുത്തിട്ട് ചില കോപ്പിയിൽ കാണുന്നുണ്ട്. അത്തഫാണത്, അത്തഫൻ അല റഅയ്ത, റഅയ്തയുടെ മേൽ അത്തഫാക്കിക്കൊണ്ടാണ്. ഓലാക്കിൻ അങ്ങനെ ഫാ കൊടുത്തുകൊണ്ട് വന്നാലും ഇതിലുണ്ട് ഇഖ്തിലാൽ വസ്നി, ബൈത്തിന്റെ വസ്നൊപ്പിച്ചൊരു ഇടർച്ച കാണും. ഇടർച്ച കാണുന്നുണ്ട് എന്ന് പറയുന്നത്. അല്ല അമ്മൽ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ഉണ്ടോ അല്ലേ എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഐ ദാവൈതഹു വൻഹൽതഹു, ആ ദീനിനെ നിങ്ങൾ ചികിത്സിച്ചു, അതിനെ ഉണർവ് നൽകി എണീപ്പിച്ചു എന്നാണ്. ലംസത്തൻ, ലംസത്ത് എന്ന് പറയുമ്പോൾ അത് ലംസിഹിന. അപ്പോ ലംസത്തൻ എന്നതിന് നെസ്ല് കിട്ടിയ നസ്റുൽ ഹാഫില എന്ന് പറഞ്ഞ ജെറിനെ ഇവരെ കളഞ്ഞിട്ടാണ്, അതാണുള്ള ബി ലംസത്ത്. അപ്പൊ തൊടലുകൊണ്ട് അതിന്റെ കൈയിനെ പിടിക്കൽ കൊണ്ടും തൊടലുകൊണ്ടുമാണ് നിങ്ങൾ അതിനെ ശിഫയാക്കിയത് എന്നാണ്. കഫൈത്തഹു എന്ന് പറഞ്ഞ അർത്ഥം എന്തായി? വക്കൈത്തഹു മനായ്ത്തഹു, നിങ്ങൾ അതിനെ തടഞ്ഞു, നിങ്ങൾ അതിനെ സൂക്ഷിച്ചു എന്ന അർത്ഥം. ദീനിനെ യുക്കാലു പറയപ്പെടാറുണ്ട് ഭാഷാപരമായിട്ട് അർത്ഥം വെച്ചാൽ എന്താ? കഫൈത്തഹു ശർറ അദുബിഹീന. അപ്പൊ എന്ത് പറയപ്പെടാം? ആ ദീനിന് വരുന്ന ശത്രു ഏതാണോ ആ ശത്രുവിന്റെ നാശത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തി. ഐ മനാഴ്ത്ത അനുഭവം, ആ ദീനിന് അനുഭവം ശത്രുവിന്റെ ആ നാശത്തെ നിങ്ങൾ എന്ത് ചെയ്തറിയാമോ? ദീനെ തൊട്ട് തടഞ്ഞു നിർത്തി. ഇപ്പൊ ദീന് ശത്രുത ഇല്ലാതാക്കി മാറ്റി. കഠിന ശത്രുക്കൾ നല്ല ഉണ്ടായിരുന്നു, അത് തടുത്തു നിർത്തി ചെയ്തു മൊഹിയുദ്ദീൻ തങ്ങൾ എന്നാണ്. പിന്നെ അറലൻ, ഫസാല അൻഹുല്ലദീ ഖദ് അമ്മഹു മറൽ, അല്ല അവിടെ അല്ല, അറലൻ കഫൈതഹു അറലൻ, അവിടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. മഖൂറും സാനിയാണ് അറല, എന്തിന്റെ? കഫൈതഹു എന്നതിന്റെ. അവന്തായി കഫൈത്തു, അതിന് നിങ്ങൾ എന്തായി തടഞ്ഞു? അറലൻ, അറലിനെ തടഞ്ഞുടാ. എന്താ അറല്? അറല്, അറല് എന്ന് പറഞ്ഞാൽ മായുൽ ഇൻസാന, മനുഷ്യന് പുതുതായി ഉണ്ടാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ. മനുഷ്യനോടാണല്ലോ, മെലിഞ്ഞ ശോഷിച്ച ആരോഗ്യമില്ലാത്ത എണീക്കാൻ കഴിയാത്ത മനുഷ്യകോലത്തിനോടാണല്ലോ ദീനൊപ്പിച്ചത്. അങ്ങനെ വരുമ്പോ മനുഷ്യനാൽ ഉണ്ടായിത്തീർന്ന എന്തൊക്കെയോ പുതുമയുണ്ടോ? പുതുമയല്ല, ആരിലായി വരുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ദീനിന് വെക്കണല്ലോ. മുഷബ്ബയും അങ്ങനെയാണല്ലോ. അപ്പൊ മുഷബ്ബയിലൊക്കെ കൊടുക്കണല്ലോ. അപ്പൊ മുഷബ്ബായിരിക്കുന്ന മനുഷ്യന് ആരിലായി വരുന്ന എന്താണ്? മിൻ മറലിൻ ഒനാഹിഹി, രോഗം അതുപോലത്തെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ ദീന് വന്നിരുന്നു, അതൊക്കെ നിങ്ങൾ കാത്തു എന്നായ അർത്ഥം. മിമ്മല ദവാമലഹു, അതിനെന്തായില്ല, നിലനിൽപ്പില്ല, അത് നീണ്ടുപോകൂല, നീങ്ങിപ്പോകാൻ പറ്റും. അങ്ങനെയുള്ള രോഗങ്ങൾ പിടികൂടി അതൊക്കെ നിങ്ങൾ തടുത്തു മാറ്റി. ഇനി രണ്ടാം വരി, ഫസാല അൻഹുല്ലദീ ഖദ് അമ്മഹു മറള, ഫസാല അൻഹുല്ലദീ ഖദ് അമ്മഹു മറള എന്ന് പറയുമ്പോൾ മറലൻ എന്ന് പറയുന്ന തെർക്കീബ് എന്താണ്? തെമ്മീസാണ്. എന്തിന് തെമ്മീസ്? ഇല്ലതി, അല്ലതി എന്നതിന് തെമ്മീസ്. ഫസാല അൻഹു, ആ ദീനെ തൊട്ട് നീങ്ങിപ്പോയി. അല്ലതി ഒന്ന്, ആ ഒന്നെന്തിനാലാണ്? മറന്നൻ, രോഗത്തിനാൽ. അപ്പൊ തെമ്മീസായല്ലോ. അപ്പൊ അർത്ഥം വെക്കലെങ്ങനെ? ഐ സാല അൻഹുൽ മറന്നുൽ ആമു, പരിശുദ്ധ ദീൻ ഇസ്ലാമിന് ആകെ പിടികൂടിയ രോഗം നീങ്ങിപ്പോയി എന്നാണ് അർത്ഥം. ഫഖാമ യദുക ഹുബ്ബ മുഹിയദ്ദീൻ, അങ്ങനെ വക്കാമ ദീനി എണീറ്റ് നിന്നു.
യദ്ഉക അങ്ങയെ വിളിക്കുന്നതായി എണ്ണീറ്റുന്നു. എന്തുകൊണ്ടാ അങ്ങനെ വിളിച്ചത്? ഹുബ്ബൻ എന്ന് പറയുമ്പോൾ തെർക്കീബ് എന്താ? മഫ്ഊലി അജ്ലി, സ്നേഹിച്ചത് കൊണ്ട്, അങ്ങയോട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്ത് വിളിച്ചു? മുഹിയദ്ദീൻ, മുഹിയദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ട് ദീൻ എണീറ്റു എന്നാണ്. അള്ളാന്റെ ഖിതാബാണ്, നബിതങ്ങള് അംഗീകരിച്ചതാണ്, അലിയർ തങ്ങൾ അംഗീകരിച്ചതാണ്. അപ്പൊ പരിശുദ്ധ ദീനും അതാണ് വിളിച്ചിരിക്കുന്നത് മുഹിയദ്ദീൻ. ഇങ്ങനെ ഇനി ഹാസിൽ ബൈത്തി, നമ്മൾ ഈ പറഞ്ഞ ബൈത്തിന്റെ ആകെ ടോട്ടൽ എടുത്താല് അൽ ഇഷാറത്തു ഇലാമ റുവിയാൻഹു, ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നിലേക്ക് സൂചനയാണ് ഇത്. കമാഫിൽ ബഹിജത്തി, ബഹിജത്തി എന്ന് പറയുന്ന തന്റെ കിതാബിൽ പറഞ്ഞതുപോലെ അന്നഹു ഖാല, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ പറയുന്നു, റജഅതു മിൻ ബഅദി സിയാഹത്തി മറത്തൻ ഫി യൗമിൽ ജുമുഅത്തി, ഞാനിങ്ങനെ ലോകം ചുറ്റുകയായിരുന്നു, സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ സഞ്ചാരത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദിനം ഞാൻ തിരിച്ചു പോരുകയാണ്. സനത്ത് 511 വർഷത്തിലെ വെള്ളിയാഴ്ച ദിനം. അന്ന് 511 വർഷമാണ്, ഹിജ്റ വർഷം. അങ്ങനെ ആ വെള്ളിയാഴ്ച ദിനം ഞാൻ തിരിച്ചു പോരുകയാണ് എന്റെ സഞ്ചാരത്തിൽ നിന്ന്. എവിടേക്ക്? ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക്, ഹാഫിയൻ നടന്നുകൊണ്ട്. അങ്ങനെയാണ് ഹാഫിയ എന്ന് പറഞ്ഞാൽ പാദരക്ഷയില്ലാതെയാണെന്ന് നോക്കിയിട്ട് പറയുന്നു. അങ്ങനെ നടന്നു പോകുന്നു. മറർത്തു ബി ശഖ്സിൻ മരീദിൻ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നടന്നു പോയത് രോഗം പിടിച്ചതായ ഒരു വ്യക്തിന്റെ അരികിൽ കൂടെ നടന്നുപോയി. മുത്തഖയ്യിറിൽ ലൗനി, അദ്ദേഹത്തിന്റെ നിറം ആകെ മാറിയിട്ടുണ്ട്. നഹീഫിൽ ബദനി, ശരീരമാകെ മെലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരീരം മെലിഞ്ഞ, നിറവ്യത്യാസം സംഭവിച്ച രോഗിയായ ഒരു വ്യക്തിന്റെ അരികിൽ കൂടെ ഇങ്ങനെ പോയി. ഫഖാലി അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദിർ, അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് സലാം ചൊല്ലി. ഫറദത്തു അലൈഹി സലാമ, ഞാൻ സലാം തിരിച്ച് അങ്ങോട്ട് എന്തായി മടക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ വഖാല, ആ വ്യക്തിയോട് പറയാണ്, ഉദുൻ മിന്നി, നിങ്ങൾ എന്റെ അടുത്തേക്കൊന്ന് വരണം എന്നാണ്. ശൈഖ് അവർ പറയുന്നു, ദനൗത്തു മിന്നു, ആ രോഗിയായ ആ വ്യക്തിന്റെ അടുത്തേക്ക് ഞാൻ അടുത്ത് ചെന്നു. എന്നിട്ട് പക്കാലലി, ആ വ്യക്തി എന്നോട് പറയുന്നത്, അജ്ലിസ്നി, നിങ്ങൾ എന്നെ പിടിച്ചിരുത്തു, എനിക്ക് ഇരിക്കാൻ വയ്യാം. അങ്ങനെ അജ്ലസ്തുഹു, ഞാൻ ആ വ്യക്തിയെ പിടിച്ച് ഇരുത്തി. അങ്ങനെ നോക്കും, ഫലമാ ജസദുഹു, അദ്ദേഹത്തിന്റെ ആ തടി ഇങ്ങനെ ഉസാറായി വരുന്നു. ഹസനത്ത് സൂറത്തുഹു, ശൈഖ് മുഹയ്യിദ്ദീൻ തൊട്ടപ്പത്തിന് എന്തായി, പിടിച്ചിരിക്കുമ്പത്തിന് രോഗം ഒക്കെ മാറിപ്പോയിക്കുക. ഈ വ്യക്തിയാണ് പിന്നെ പറയാ, ആ തടിയൊക്കെ ഉഷാറായി വരുന്നു, രൂപം നല്ല രൂപത്തിലായി മാറി, നല്ല രൂപമുണ്ട്. വസഫാലോനു, അദ്ദേഹത്തിന്റെ നിറവ്യത്യാസമൊക്കെ പോയി നല്ല ഒരു വർണ്ണമുണ്ടായി. അങ്ങനെ ഹിഫ്തുമിനു, ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി. ശൈഖ് മുഹയ്യിദ്ദീൻ തങ്ങൾ പറയാണ്, അള്ളാഹ് ആദരിച്ച ആളാണ്, അറിയില്ല വിഷയം. അപ്പൊ കാല ആ താരിഫുനി, അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ രോഗിയായ വ്യക്തി എന്നോട്, നിങ്ങൾ എന്നെ അറിയോ എന്ന് ചോദിച്ചു. കുൽത്തുല, അപ്പൊ ശൈഖ് അവർ പറഞ്ഞില്ല, ഞാൻ അറിയില്ല ആണോ. കാല, അപ്പൊ ഈ വ്യക്തി പറയുന്നു, രോഗിയായപ്പോ ഉസാറായി കാണുന്നു ഈ വ്യക്തി പറയാ, വ്യക്തിയുടെ രൂപത്തിൽ വന്നിരിക്കല്ലേ, അനദ്ദീനു, ഞാൻ പരിശുദ്ധ ദീനാണ് ശൈഖേ. ഓ കൊന്തു ദഫർത്തു കമാ റഅയ്തനി, നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടിരുന്നുവോ അതുപോലെ ഞാൻ ആകെ നശിച്ച് തുമ്പില്ലാതെയായിരുന്നു. വഖദ് ഹയ്യാനില്ലാഹു തആല ബിക, ഹയ്യാനില്ലാഹു തആല ബിക, നിങ്ങൾ കാരണം കൊണ്ട് എന്നെ ഹയാത്താക്കിയിരിക്കുകയാണ്. അൻത മുഹിയുദ്ദീൻ, താങ്കൾ ദീന ജീവിപ്പിക്കുന്ന ആളാണ് എന്ന് പേര് വിളിച്ചു. അങ്ങനെ ഇരിക്കെ തറക്തുഹു, ഞാനങ്ങനെ സംഭാഷണം കഴിഞ്ഞ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി. ഫൻസറഫ്തു ഇലൽ ജാമിഅ, അങ്ങനെ കോളേജിലേക്ക് ഞാൻ എന്താ ജുമുഅ അല്ലെങ്കിൽ ജാമിഅ എന്ന പള്ളിയിലേക്ക്, അടുത്ത് ജുമുഅ പള്ളിയിലുണ്ടാവും, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുപോയി. അങ്ങനെ ചെല്ലുമ്പോ ലഖിയനി റജുലുൻ, ഒരാളെന്നെ കണ്ടു. അയാൾ എനിക്ക് ചെരുപ്പൊക്കെ വെച്ചു തന്നു. എന്നിട്ട് പറയുന്നു, വഖാല, ആ വ്യക്തി പറയാ, സയ്യിദി മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ നിന്ന് ഞാൻ എന്താ കുഴപ്പങ്ങൾ ചെയ്തതാണ്. ഫലമ്മാ ഖളയതു സ്വലാത്ത, അപ്പൊ ആദ്യം ചെരുപ്പില്ലാതെ പോയതാണ്, ശരിയാണ്. അപ്പൊ ചെരുപ്പില്ലാതെ പോയി, ഇപ്പൊ ചെരുപ്പ് കൊടുത്തല്ലോ. ഫലമ്മാ ഖളയതു സ്വലാത്ത, അങ്ങനെ പള്ളി കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞപ്പോ എന്ത്, അഹ്റാൻ നാസു ഇലയ്യ, ജനങ്ങളെല്ലാവരും എന്നെക്കുള്ള ഉള്ളിൽ വരികയാണ്. യുഖബ്ബിലൂന യദി, അവരെല്ലാവരും എന്റെ കൈ വന്ന് ചുംബിക്കുകയാണ്, നിനക്ക് ഓടി ഓടി എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് യഖൂലൂന, അവരെല്ലാവരും പറയും, യാ മുഹിയുദ്ദീൻ,
യാ മുഹിയദ്ദീൻ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. വമാ ദുഈതു ബിഹി മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് ഇതുകൊണ്ട് തന്നെ ആരും വിളിക്കപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു പേര് വിളിച്ചു വന്നു. അപ്പൊ ജനങ്ങൾ അംഗീകാരമുണ്ടായി, പരിസ്ഥിതിയിൽ ഇസ്ലാമിന് ജീവൻ നൽകി. അതാണ് മുഹിയദ്ദീൻ. ഇനി അടുത്ത പേര് അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബവ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ وكنت شمسا وبدرا نورا التمعا أنت الأحق لتدعى محي الدين. അൻത അങ്ങാകുന്നത്, അൽ ഹുസൈനിയ അങ്ങ് ഹുസൈനിയയാണ്, വൽ ഹസനിയ ഹസനിയുമാണ്, കുന്ത അങ്ങായി, മഅൻ ഒന്നിച്ച്, അബൻ വ ഉമ്മൻ അബായിട്ടും ഉമ്മായും, ഷരീഫൈനി ഉന്നതരായിരിക്കുന്ന ബാപ്പാ പിതാവ് അങ്ങനെയുള്ളവർ നിങ്ങളായി, കതിചിത്തമാ നിശ്ചയമായിട്ടും അത് രണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ബാപ്പ വൈക്ക് നോക്കിയാലും ഉമ്മ വൈക്ക് നോക്കിയാലും ഉന്നത തറവാട്ടുകാരാണ്, അങ്ങനെ ആയിട്ടുണ്ട്. ഫകുന്ത അങ്ങായി, ശംസൻ സൂര്യനായി, ബദ്രൻ 14 രാവിന്റെ ഒളിവായി, നൂറൻ പ്രകാശത്തിനാൽ ഇരുത്തമാങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അൻത അങ്ങ്, അൽഹഖു ഏറ്റവും ബന്ധമായതാണ്, ഈ തുദ അങ്ങേ വിളിക്കപ്പെടലിന്, മുഹിയദ്ദീനി മുഹിയദ്ദീൻ എന്ന് വിളിക്കപ്പെടലിന് ഏറ്റവും യോഗ്യനും ബന്ധപ്പെട്ടാളും അർഹൻ നിങ്ങളാകുന്നു എന്നാണ്. ഇനി നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിന്റെ വിശദീകരണം. അൻത എന്ന തെർക്കീബ് മുബത്തദാണ്, ഞാനും മറന്നു പോവണ്ട. അൻത എന്താന്നില്ല അന്തമിടണ്ട. അൻത എന്നുള്ള തെർക്കീബ് അൻത മുബത്തദ് എന്ന് വെക്കുക. പിന്നെ വൽ ഹുസനിയ, ഹുസൈനിയ വൽ ഹസനിയ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഹുസൈനിയ എന്ന് പറയുന്ന ഖബർ മുഖദ്ദമൻ, ഖബർ മുഖദ്ദമാണ്. എന്തിന്റെ? ലകുൻത അല്ലാഹു വരികയാണെങ്കിൽ അൻതൽ ഹുസൈനിയു വൽ ഹസനിയു കുൻതു മഅ എന്ന് പറയണ്ടേ. അപ്പോൾ ഹുസനിയ അതുപോലെ തന്നെ ഹസനിയ. ഈ ഹുസനിയ എന്ന് പറയുമ്പോൾ കുൻത, കുൻത എന്നതിന്റെ ഖബറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഹസനിയ, ഹസനിയ ഉണ്ടാക്കിയത് തെർക്കീബ് അതെല്ലാവർക്കും അറിയിക്കാറ്, അതൊന്ന് പറയേണ്ടതുണ്ടല്ലോ. ഹസനിയ തെർക്കീബ്, ഹുസനിയ തെർക്കീബ് എന്താന്ന് ചോദിച്ചാല് അതുൻ അലൽ ഹുസൈൻ, ഹുസൈനിയ. അപ്പൊ ആദ്യം ഹുസൈൻ, അത് അങ്ങോട്ട് പാക്കാണ്. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ. അപ്പൊ കുൻത എന്നതിന്റെ ഖബറാണ് ഹുസൈനിയ. അൻത തെർക്കീബ് മുബത്തദയാണ്. വൽ ഹസനിയ എന്നുള്ളത് ഹുസൈനിമക്ക് അത്തഹുമാണ്. അപ്പൊ എന്തായിരിക്കും? അതൊക്കെ പാടെ കൂടെ ജുംല ഖബറാണ് അൻത എന്ന മുത്താന് നോക്കുക. കുൻത അങ്ങായിരിക്കുന്നു, മഅ എന്ന് പറഞ്ഞ ജമീഅൻ ഒന്നിച്ചായി, അബൻ വ ഉമ്മൻ ഉമ്മയും ബാപ്പയുമായി വന്നു എന്ന് പറഞ്ഞാല് ഷരീഫൈനി, ഉമ്മയും ബാപ്പയും ഉന്നതരായ ഉമ്മയും ബാപ്പയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, രണ്ടു വൈക്കും ഉന്നതരാണ്. ഇവിടെ നെസ്ർ ചെയ്തു ആദ്യം അബൻ വ ഉമ്മൻ എന്ന് പറഞ്ഞു. അലാഗോയിരി തെർത്തീബി, തെർത്തീബല്ല, തെർത്തീബില്ലാതെയാണ്. അല്ലഫ്, അപ്പൊ അലാഗോയിരി തെർത്തീബിൽ ലഫ്, ഒരുമിച്ച് കൂട്ടൽ ക്രമീകരണമില്ലാതെ പരത്തീകാണ്. അപ്പൊ അതിനാണ് നസ്ർ ഗോയറുൽ തെർത്തീബിൽ ലഫ് എന്ന് പറയാറുണ്ട് ഈ ബയാനിൽ. അതാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അഖ്ദംബിൽ അഖ്റബി, അതെന്താ വെച്ചാൽ ഏറ്റവും അടുത്തത് ഏതാ, അതുകൊണ്ട് പിടിച്ചങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഫസിൽസിലത്തുഹു ശൈഖ് മുഹിയുദ്ദീൻ എന്നുള്ള പരമ്പര, മിനൽ അബി ബാപ്പ വഴിക്കുള്ള പരമ്പര, ഹിയ അതന്നെയാണ്, ഉമ്മന്നെയാണെന്ന് അർത്ഥം. കമാഫിൽ ഖലായിദി വ ഗൈരിഹ, ഖലായിദിലും അതല്ലാത്തവരും പറഞ്ഞതുപോലെ നോക്കാം. ആ പരമ്പര നോക്കാം. അശ്ശൈഖ് മുഹിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഖാദിർ ബിനു അബി സ്വാലിഹ് മൂസ ജംഗി, ദോസ്ത് ബിൻ അബി അബിദില്ലാ ബിൻ യഹ്യ സായിദ് ബിൻ മുഹമ്മദ് ബിൻ ദാവൂദ് ബിൻ മൂസ ബിൻ അബിദില്ലാ ബിൻ മൂസൽ ജൗനി ബിൻ അബിദില്ലാ മഹ്ലി ബിൻ ഹസൻ മുസന്ന ബിൻ ഹസനി ബിൻ അലി ബിൻ അബി താലിബ് ഫാത്തിമ ആണ്. അബി താലിബ് ഫാത്തിമത്ത ബിന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒന്ന് തന്നെയാണല്ലോ, രണ്ട് പരമ്പര ഒന്നായി. പിന്നെ ഉമ്മ വാലിദത്തി, അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്തായി? ഫാത്തിമ വസല്ലമ ഉമ്മൻ,
പാപ്പ വയ്ക്കും ഉമ്മ വയ്ക്കും ഒന്നായി. ഇനി വാലിദത്തുഹു ശൈഖയുടെ ഉമ്മാരാണ് ഉമ്മുൽ ഖൈർ, ഉമ്മുൽ ഖൈറാണ് അഥവാ അമത്തുൽ ജബ്ബാർ. ജബ്ബാറിന്റെ അടിമസ്ത്രീയായ ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഫാത്തിമ ബിന്ത് ഷെയ്ഖ് അബ്ദുല്ലാഹി സൗമഈ സായിദുൽ ഹുസൈനി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ്. അപ്പൊ ഹുസൈനി പരമ്പര വയ്ക്കുമ്പോൾ നമുക്ക് മാതാവ് വയ്ക്കുക എന്നത്, ഹസനി പിതാവ് വയ്ക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അബം ഉമ്മൻ എന്ന് പറയുമ്പോ ശരിക്കും പറയുന്നത് ഉമ്മ അബം എന്നല്ല പറയണത്, ഇവിടെ അബൻ ഉമ്മ എന്നാണ്. അപ്പൊ അതാണ് ലഫ് വയറു തെർത്തീബിൽ ലഫി നസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഉമ്മ നോക്കുമ്പോ ഏത് വയ്ക്ക് വരും? ഹുസനിയ വയ്ക്ക് വരണം, ഹസനിയ വയ്ക്ക് വരും, വാപ്പി വരണം. അങ്ങനെയാണ്. വീണ്ടും പറയട്ടെ, ലഹൂൻ ഇസ്മത്തുൽ സിദ്ദീഖുൽ അക്ബർ, മഹാനവറുകൾക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്കും പരമ്പര ചെല്ലുന്നുണ്ട്. കമാ ഖുൽതു ഫീ മൗലിദിൽ മുസമ്മ തഖിയത്തുൽ ഖാതിരി ഫീ മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ. ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ മനാഖിബിനെ പറ്റി പറയുന്ന കിതാബുണ്ട്, തൻഖിയത്തുൽ ഖാതിർ എന്ന് പറയും. അങ്ങനത്തെ മൗലിദ് കിതാബിൽ ഞാൻ പറഞ്ഞതുപോലെ ബഅദ കലാമി, മഹാനവർ പറഞ്ഞ കലാമിന്റെ ശേഷം എന്ത് പറഞ്ഞു? فإن أباه لا محالة بالحسن نسيب وأم الشيخ ذات الكفاءة فآباؤها فيهم حفيظ رسولنا حسينهما ريحانتاه لقرتي فلا علوي من أبيه وأمه قرابات صديق له من جدودتي. അപ്പൊ ഉമ്മ ഫാത്തിമ എന്നതുകൊണ്ട് പറഞ്ഞതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരമ്പരയിലേക്കും എത്തും. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പൊ മഹാനവരുടെ വാപ്പയാകുന്നത് യാതൊരു സംശയമില്ല ഹസൻ ബൈക്ക് തറവാടുത്തം. ഷെയ്ഖിന്റെ ഉമ്മയോ ദാത്തുൽ കഫാത്തി കുഫുമത്താളാണെന്ന്. അപ്പൊ ആബാഉഹും, അപ്പോൾ അവരുടെ പിതാവ്, കാര്യം ഉമ്മാന്റെ പിതാവ്, അവരിൽ ഹഫീദു റസൂലിന, റസൂൽ നമ്മുടെ നബിയുടെ പേരക്കിടാങ്ങളാണ് ഹുസൈൻ എന്നവരാണ് വരിക. ഹുമ അവർ രണ്ടുപേരും ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ടാളും റൈഹാനത്താഹുലി ഖുർറത്തി, മുത്തുനബി തങ്ങളുടെ കൺകുളിർമയാകുന്നതിനുള്ള കണ്ണുകുളിർമയാവുന്നതിനുള്ള രണ്ട് റൈഹാൻ പുഷ്പങ്ങളാണ്. അതാ അലവിയുൻ മിൻ അബിഹി വ ഉമ്മി. അപ്പൊ ഈ ഷെയ്ഖ് ബാപ്പ വയ്ക്ക് നോക്കിയാലും ഉമ്മ വയ്ക്ക് നോക്കിയാലും അലവി കുടുംബമായിട്ട് വരും. ഖറാബത്തു സിദ്ദീഖിൻ ലഹു മിൻ ജുദൂദത്തി, പിതാ മഹദിമാർ. അപ്പോ പിതാമഹദി എന്ന് പറയുമ്പോൾ വല്യമ്മ വയ്ക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ കുടുംബമുണ്ട്. എല്ലാ നിലയും ഉയർന്നവർ തന്നെയാണ്. അങ്ങനെ വന്തസബ അയ്ദൻ ഇലാ ഉമർ ഫാറൂഖ് വ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല 4 ഖലീഫമാരിലേക്കും ചെല്ലുന്നുണ്ട് മഹാന്റെ പരമ്പര. അത്രയും ഉന്നതനാണ്. എന്നത് എവിടുന്ന് കിട്ടും? ഗമാവി ഫുതൂൽ ഗൈബ്. ഫുതൂൽ ഗൈബ് തന്നെ കിതാബുണ്ടാ മറിച്ചാൽ കിട്ടും. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആര്? പാപ്പയും സൂരിക്ക അങ്ങയുടെ അസിന് രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സംസിന്റെ അർത്ഥം അറിയാൻ, നൂറിന്റെ അർത്ഥം അറിയാം, അല്ല ബദറിന്റെ അർത്ഥം അറിയാം, നൂറ് തന്നെ അർത്ഥം അറിയാം. അപ്പൊ തെമ്മീസാക്കി അർത്ഥം വെക്കണം. പ്രകാശത്തിനാൽ മുഹമ്മദുൽ അൻഫായിരി തങ്ങൾ ആയി. ആ തങ്ങൾ എന്തിനാൽ? നൂറൻ നൂറ്. അപ്പൊ പായിനെ തൊട്ട് തെറ്റിക്കപ്പെട്ടതാണ്. ഇൽതമ എന്ന് പറയുമ്പോ നൂറു ശംസി വൽ ബദർ. ഇൽതമ സൂര്യ ചന്ദ്രന്റെ രണ്ടിന്റെയും പ്രഭ വിളങ്ങിക്കൊണ്ടിരുന്നത്. അന്തല്ലഹഖുലി തുദ്ആ മുഹിയുദ്ദീനി കന്നതീജത്തി ലിമാ ഖബലഹു. ഇത് വിളിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കൂട്ടിച്ചിരിച്ചു കൊണ്ടുവന്നാൽ, കൂട്ടി കൊണ്ടുവരുമ്പോ എന്തിനു യോഗ്യനാണ് മഹാനവറുകൾ? മുഹിയുദ്ദീൻ എന്ന് വിളിക്കാൻ യോഗ്യരാണ് എന്ന് നതീജ കിട്ടുമല്ലോ, സൂറിയും കുബറിയും കൂട്ടിയാലും അർത്ഥം.